അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാൻ മാസം നമ്മിന്ന് വിട പറയാൻ പോവുകയാണ്. എല്ലാവരും നാട്ടിലേക്ക് കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുന്ന തിരക്കിലാണ്. വിദേശത്തുനിന്നും പല ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ നാട്ടിലേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകാൻ തുടങ്ങി. കാരണം പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ചെറുപെരുന്നാളെന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമാണ്. ഈ 30 ദിവസം നോമ്പ് നോറ്റ് ആ ഒരു സന്തോഷവും അവസാനം പെരുന്നാൾ ആഘോഷം എന്ന് പറയുമ്പോൾ ഒരു മുഅ്മിനക്ക് വലിയ സന്തോഷമാണ്. എന്നിട്ടും അത് കുടുംബത്തോടൊപ്പം ആ സന്തോഷം പങ്കിടുക പറഞ്ഞാൽ വലിയ ഒരു വിശേഷമാണ്. അതുപോലെ ഈ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ഈ മുതഅല്ലിം വലിയ സന്തോഷത്തിലാണ് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ധൃതിയോടുകൂടി വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ബൈക്ക് അപകടത്തിൽ വെച്ച് മരണപ്പെടുന്ന ഒരാളെ സങ്കടകരമായി. എത്ര ആളുകളെന്നറിയോ? അപ്പോൾ ഈ അടുത്തൊരു പ്രവാസി അല്ലേ, അൻസാർ എന്ന് പറയുന്ന പ്രവാസി പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് വന്നതാണ്. വീട്ടിൽ വെച്ച് കിണറ്റിലിറങ്ങിയപ്പോൾ മരണപ്പെട്ടു. അങ്ങനെ എത്ര കുടുംബങ്ങളാണ്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കണം, ഒരു ബക്കറ്റിൻ്റെ അടപ്പ് വീണെന്ന് പറഞ്ഞ് അത് എടുക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. പ്രത്യേകിച്ച് കിണറ്റിലൊക്കെ നമുക്ക് ഇറങ്ങാൻ കഴിയാത്ത, നമുക്കതിനെക്കുറിച്ചൊന്നും അനുഭവമില്ലാത്തവർ ഇറങ്ങരുത്. കാരണം അത്ര ഒരു ചെറിയ ഒരു വസ്തുവിന് വേണ്ടിയൊക്കെ നമ്മുടെ ഒരു കഴിവ് എന്ന രീതിയിൽ നാം ഇറങ്ങുകയാണെങ്കിൽ ഒരു കുടുംബമാണ് കണ്ണീരിലാകുന്നത്. പരിശുദ്ധ റമദാനിൽ ഇത്തരത്തിലുള്ള മരണ വാർത്തകൾ വലിയ കുടുംബത്തിന് ആ പെരുന്നാൾ തന്നെ അവരുടെ എല്ലാ സന്തോഷങ്ങളും, പുതിയ വസ്ത്രം എടുത്തിട്ടുണ്ടാകും, എല്ലാം ഉണ്ടാകും. പുതിയ വസ്ത്രം ധരിക്കുക എന്നല്ലാതെ ആ പൊന്നുമകനില്ലാത്ത, പൊന്നു ഭർത്താവില്ലാത്ത എന്ത് സന്തോഷമാണ്. അതേ അൻസാർ എന്ന് പറയുന്നവൻ്റെ സുറുമി എന്ന് പറയുന്ന ഭാര്യയുടെ വല്ലാത്ത ദുഃഖമാണ്. അതുപോലെ 2 മക്കളാണ്, അവ്വാന ജന്ന എന്ന് പറയുന്ന ആ ഉപ്പാനെ ഓർത്തിട്ട് ആ കിണറ്റിൽ നിന്ന് തിരിച്ചെടുക്കുന്നത് ഉപ്പയുടെ മയ്യത്താണ്. സുബ്ഹാനല്ലാഹ്, വലിയ സങ്കടത്തിലായ കുടുംബം. ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ആ കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അവരെ പരിചയമുള്ളവർക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇതാവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള മരണങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിൽ പേടി വരുന്നത്, അള്ളാഹു മരണം എവിടെ എങ്ങനെ ഒരാൾക്കും അറിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം പെരുന്നാൾക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളെല്ലാം വാങ്ങി പെരുന്നാൾ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. പലരും വസ്ത്രം വാങ്ങിക്കഴിഞ്ഞു, പലരും പെരുന്നാൾക്ക് മുമ്പ് തന്നെ വാങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ സന്തോഷത്തിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങളും പലതും വന്ന് പലരും മരണപ്പെട്ടു പോകുന്നത്. ആ കുടുംബത്തിൻ്റെ പെരുന്നാൾ എങ്ങനെയായിരിക്കും? പുതിയ വസ്ത്രം ധരിക്കുക എന്നല്ലാതെ പെരുന്നാളുണ്ടോ? അവർക്ക് സന്തോഷമുണ്ടോ? ഉറ്റവർ ഉടയവർ കൂടെയില്ലാതെ എന്ത് പെരുന്നാൾ ആഘോഷമാണ്? അതനുഭവിച്ചവർക്ക് അതിൻ്റെ ആ ഗൗരവവും വിഷമവും ദുഃഖം മനസ്സിലാവുന്നുള്ളൂ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അബൂബക്കർ സിദ്ദീഖ് എന്ന കാസർഗോഡിലാണ് ഈ അപകടം നടക്കുന്നത്. കൂടെ മറ്റൊരു അൻസർ എന്ന് പറയുന്ന വലിയ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. ജീവിതത്തിലെ തിരിച്ചു വരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. പിന്നെ പെരുന്നാൾ ദിവസം അതുപോലെ ബൈക്കിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരൊക്കെ നമ്മുടെ കാരണം കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.